എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പൂസേ സ്വാഗതം പറഞ്ഞ. ഇന്നലെ നമ്മള് വിശേഷം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ നമ്മള് പറഞ്ഞിരുന്നു കല്യാണത്തിരക്കായിരുന്നു. ഇന്നിപ്പോ 2 കല്യാണമാണ് കേട്ടോ. ഒന്ന് നമ്മളെ വീടിന്റെ കുറച്ചെടുത്തും ഒന്ന് പിന്നെ ഞങ്ങളെ ബന്ധത്തിലാണ് കേട്ടോ. കുറച്ച് ദൂരെയാണ്. അപ്പൊ നമ്മൾ അടുത്തുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും വന്നതാണ്. അമ്മക്ക് ക്ഷീണിച്ചുണ്ടാകെ. അമ്മയൊക്കെ സാരി ഒരു കുളിക്കുള്ള പരിപാടിയാണ്. അപ്പൊ പോലിയാണ് പിടിച്ചു വെച്ചതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി കരുളാക്കി കല്യാണത്തിന് പോവുകയാണ്. നിലമ്പൂരിൽ കുറച്ചുകൂടി പോണം. കോട്ടുംപാടം ഒക്കെ കഴിഞ്ഞ് പോണം. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കല്യാണം നമ്മള് ബന്ധുക്കാരാണ്. പിന്നെ എന്താണെന്നറിയോ, ഈ വെയിലൊക്കെ കാണിച്ചിട്ട് മടിയുണ്ട്, പോകാനും മടിച്ചിക്കണം. പക്ഷെ മടിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ആരും പോവാൻ ഞാൻ മോശമല്ലേ. അപ്പൊ അത് വിചാരിച്ചിട്ട് പോവാണ്. ഇനി അപ്പൂസ് പോരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ 3 ആളും കൂടി ബൈക്കിൽ പോവാനും പറ്റൂല. ഇത് വലിയ കല്യാണം, പക്ഷെ നമുക്കൊന്നും വിശേഷം ചെയ്യാൻ പറ്റില്ല. അവിടുന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ എടുക്കാത്ത ചോദിക്കുന്നുണ്ട് എന്നോട്. അപ്പൊ പിന്നെ ആ തിരക്ക് കൂടെ അപ്പൊ ഞാൻ അതും പിടിച്ചോണ്ടിരിക്കണ ഗതിയോടാന്ന് വിചാരിച്ചിട്ട് എടുക്കാൻ. ഭയങ്കര തിരക്കാണ്, ഭയങ്കര ചൂട്. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഫുള്ള് സെറ്റാട്ടോ, ഫാനും എല്ലാം ഉണ്ട്. അങ്ങനെ വലിയ ബുദ്ധിമുട്ട് അറിയാനൊന്നുമില്ല. പക്ഷെ തിരക്കാണ്, ഭയങ്കര കല്യാണമാണ്. അപ്പൊ അതിന്റെ തിരക്കുണ്ട് അല്ലേ. എന്നാ പോയാലോ. അപ്പൊ അമ്മേനെ അപ്പൂസിനെയും കൊണ്ടുപോകില്ല, ഞങ്ങൾ ബൈക്കുമേലെ പോകുന്നത്. ഭയങ്കര ഇപ്പൊ 2 മണിയായിട്ടുള്ളൂ. 2 മണി. പിന്നെ റിസപ്ഷൻ ആണ്. അപ്പോൾ 4 മണിയാകുമ്പോഴേക്കും എത്തിയാൽ മതി. അപ്പൊ ഇപ്പൊ പോയാലും നമുക്ക് 10 ഇങ്ങനെ പോയാൽ എത്തും. പിന്നെ അതേപോലെ ഇവിടെ എത്തും വേണം നനയ്ക്കാനൊക്കെ ആകുമ്പോഴേക്കിന് 6 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നനയ്ക്കണം. ഇന്നലെ വിശേഷമില്ലാണ്ട് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഫോണിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് വാട്സാപ്പിൽ. അപ്പോൾ ഇങ്ങനെ തിരക്കൊണ്ടാണ് ടൗണിൽ പോവാണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്നലെ വിശേഷമില്ലാത്തത്. ഇന്നും കുറച്ച് വഴുകും തോന്നാണ്. ഞങ്ങൾ വരണേ കുറെ സമയവും. പിന്നെ അവിടെ ചെന്നാലും ആരൊക്കെ കാണിക്കാം. നമ്മളെ സിന്ധേച്ചി അവിടെ സ്പെഷ്യൽ ആയിട്ടുണ്ടാവും. സിന്ധേച്ചിനെ കിട്ടും. ബാക്കിയുള്ളവർക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോന്ന് അറിയില്ല. എന്നാലും പോയേക്കല്ലേ. വണ്ടി മാറ്റിട്ട് അപ്പം ഞങ്ങൾ കല്യാണ വീട്ടിൽ നിന്ന് ഇനി ഓഡിറ്റോറിയത്തിലേക്ക് പോകുക കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് കിണറ്റിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. കരുളായി അങ്ങാടിക്ക് എത്തുന്നതിൻ്റെ മുമ്പ് കേട്ടോ. അപ്പോൾ ഓഡിറ്റോറിയത്തിലാണ്. സമയം 5 മണിയാണ് കേട്ടോ. റോഡ് മോശമാണ്. അപ്പോൾ ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണമൊക്കെ. ഇനിയിപ്പോൾ ചെക്കനും പെണ്ണൂടെ വന്നെങ്കിൽ ഡ്രസ്സൊക്കെ മാറി അവിടുന്ന് ബിരിയാണി എല്ലാം വീശിയിട്ടുണ്ടല്ലേ. അപ്പം ഇനി ഇവിടുത്തെ ഭക്ഷണം കൂടി അത് കഴിയട്ടെ. ഞങ്ങൾ പോകും. വേഗം പോകണം. സമയം 5 മണിയായി അറിയില്ലേ. ഇപ്പം അവിടെ എത്തുമ്പോഴേക്കും ഇത് നേരമാവും. വീട്ടിൽ ചെന്നിട്ട് നനയ്ക്കാനൊക്കെ ഉള്ള കാരണം നമ്മുടെ അടുത്താന്ന് പറഞ്ഞു. അങ്ങോട്ടുള്ള റോഡിന് എടക്കര റോഡ്. നമുക്ക്
അറിയില്ല, നമ്മളെ മുന്നിൽ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയം അങ്ങനെ ഉണ്ടാക്കലുള്ള എന്താ ഭക്ഷണം ആവല്ലേ പോയി നോക്കാം. ചെല്ലേ ഞാൻ ലാസ്റ്റ് എന്നാ ഞാൻ അടുത്ത് തരാം. കുറച്ച് മതി മതി. വേണ്ട. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ദുഃഖം നിറഞ്ഞൊരു വാർത്തയാണ് ഇപ്പോൾ കിട്ടിയത്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മ മരിച്ചിട്ടുണ്ട്. നമ്മളൊരു കുടുംബം പോലെ കഴിയുന്നതാണ്. തൊട്ട് വീടിൻ്റെ അയൽവക്കത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വയ്യാതെ കിടപ്പിലായിരുന്നു. ഞങ്ങൾ ഇന്ന് രാവിലെയും കൂടിയും പോയിട്ട് കണ്ടിട്ട് വന്നതാണ്. സീരിയസ് തന്നെയായിരുന്നു, ഹോസ്പിറ്റലിൽ നിന്നൊക്കെ മടക്കിയതേന്ന്. അപ്പോൾ ഇപ്പോൾ ഉണ്ട് വിളിക്കുന്നത് മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഇനി അധികം നേരം അവിടെ നിൽക്കണില്ല. ഇപ്പോൾ കുറേ ആളെ കാണാണ്ട്, ആരും എത്തിയിട്ടില്ല. കാരണം ഓഡിറ്റോറിയമാണ്. എന്താ ഈ ചെക്കനും പെണ്ണും കൂടി എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വേഗം ഭക്ഷണമൊക്കെ കഴിച്ചു. കുറച്ചാളൊക്കെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ പോവുകയാണ്. വെള്ളം കുടിക്കാനേ. അപ്പോൾ നമ്മളിപ്പോൾ വന്ന് കയറി കേട്ടോ. സമയം കണ്ടില്ലേ, 6:30 കഴിഞ്ഞു. അമ്മ അവിടെയാണ്, ദേവകിയമ്മ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ അച്ഛമ്മേൻ്റെ അതേപോലെ തന്നെയാണ്, ഒരു കുടുംബം പോലെ കഴിയണാണ്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. വന്നിട്ട് ഇതാ കയറി ആ ഡ്രസ്സൊന്നും മാറി ഇനിയിപ്പോൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് വരാൻ നേരം വിളിക്കും. അതന്നെ. പിന്നെ നമ്മളൊരു വിശേഷവും ഇല്ല. ഇപ്പം ഇന്നലെ ഇല്ല, ഇന്നും ഇപ്പം ഇനി ഒന്നും നിങ്ങളെ അറിയിക്കാഞ്ഞാൽ എല്ലാവരും കാത്തിക്കുണ്ടാവും. അതാണ്, എല്ലാവരും കാത്തിരിക്കൂലേ. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു തിരക്കിലും അങ്ങനത്തെ ഒരു സംഭവമായിട്ട് നമ്മളിപ്പോൾ ഇത് നിങ്ങളെ അറിയിക്കുന്നത് കേട്ടോ, നമ്മൾ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ.